ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ക്ലാസ് 44, പേജ് നമ്പർ 37. കുളിയുടെ സുന്നത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ സുന്നത്ത് അത്തസ്മിയത്തു അവ്വലഹു, കുളിയുടെ ആരംഭത്തിൽ ബിസ്മി ചൊല്ലലാണ്. അതൊരു സുന്നത്താണ്. മുഖത്തരീനത്തമ്പിൻ നീയത്തി, നീയത്തിനോട് ബന്ധിച്ചതായ നിലയിൽ. കുളിയുടെ ആരംഭത്തിൽ നമ്മൾ നീയത്ത് വെക്കുമല്ലോ, ആ നീയത്തിനോട് ബന്ധിച്ചതായ നിലയിൽ എന്ത് ചെയ്യുക? ബിസ്മി ചൊല്ലുക. എന്ന് പറഞ്ഞാൽ നീയത്ത് വെക്കുന്നു മനസ്സിൽ, അപ്പം തന്നെ ഒന്ന് ബിസ്മി ചൊല്ലുകയും ചെയ്യുക. അവിടെ അടിക്കുറിപ്പിലെ ഒരു വിശദീകരണം 2-ാം നമ്പറിൽ നമുക്ക് കാണാം. വൽ അഹ്സനു അൻ യുഫർജിക്ക നീയത്ത, നീയത്തിനെ രണ്ടാക്കി ചെയ്യലാണ് ഏറ്റവും നല്ലത്. വുളൂയിൽ പറയണത് പോലെ തന്നെയാണ് ഇവിടെയും പറയണത്. അതെങ്ങനെയാ? ബി അൻ യഖൂല ഇന്ദ സുനനി, കുളിയുടെ പ്രാരംഭമായി കുറച്ച് സുന്നത്തുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാഠം കുളിയുടെ സുന്നത്തുകളാണ്. അത് പ്രാരംഭമായി ചെയ്യണ കുറേ കാര്യങ്ങൾ. ആ സുന്നത്തുകൾ ചെയ്യുമ്പോൾ ഇവൻ പറയുക, മനസ്സിൽ കരുതുക, പറയുക എന്ത്? നവൈത്തു സുനനൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തുകളെ ഞാൻ കരുതി, അല്ലെങ്കിൽ കുളിയുടെ സുന്നത്ത് ചെയ്യുന്നു എന്ന് കരുതുക, മനസ്സിൽ പറയുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ. സുമ്മ യത്തി, പിന്നെ അവൻ ബിൻ നീയത്തിൽ മുഅ്തബറത്തി ഇൻദൽ ഗുസ്ലിൽ വാജിബി, നിർബന്ധമായ കുളിയിൽ പരിഗണിക്കപ്പെടേണ്ടതായ നീയത്തുണ്ടല്ലോ, അത് പിന്നീട് കൊണ്ടുവരിക. എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തുകളൊക്കെ കഴിഞ്ഞിട്ട് ആ ഇന്ദൽ ഗസ്ലിൽ വാജിബി, നിർബന്ധ കഴുകൽ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കുളിക്ക് വയ്ക്കാറുള്ള നീയത്ത്, നിർബന്ധമായൊരു നീയത്തുണ്ടല്ലോ, അതങ്ങനെ കൊണ്ടുവരിക എന്ന്. വുളൂയിലും നമ്മളിത് പറഞ്ഞിട്ടുണ്ടല്ലോ. മുൻകൈ കഴുകൽ, ആ സമയത്തുള്ള ബിസ്മി, അഊദു, ബിസ്മി, ഷഹാദത്ത്, ഹംദ്, ആ സമയമൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ സുന്നത്തിൻ്റെ നീയത്ത് വെക്കുക. വായിൽ വെള്ളം കൊപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ, അപ്പോഴൊക്കെ. പിന്നെ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ശരിക്കും വുളൂവിൻ്റെ ഫർളായ നീയത്ത് വെക്കാന്ന്. ഇതേപോലെ ചെയ്യലാണ് നല്ലത് എന്ന് ഫത്ഹുൽ മുഈൻ്റെ വ്യാഖ്യാനമായി ഇആനത്തു താലിബിൻ വിശദീകരിച്ചത് ഇവിടെ അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കുറേ സുന്നത്തുകൾ പറയാൻ പോകുന്നുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു സുന്നത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഖിബിലക്ക് തിരിഞ്ഞ് നിൽക്കുക. അതേപോലെ ഇപ്പോൾ ബിസ്മി എല്ലാം പറഞ്ഞു. ഇനി ഈ ബിസ്മി ചൊല്ലുന്ന സമയത്ത് അപ്പം നീയത്ത് ഏറ്റവും നല്ല രൂപം പറഞ്ഞു കഴിഞ്ഞാൽ കുളിയുടെ സുന്നത്ത് ചെയ്യുന്നു എന്ന് കരുതുക. പിന്നെ പറയണത് ഇസ്തിസഹാബു നീയത്തി ഇലൽ ഫറാഗി മിനൽ ഗുസ്ലി, നീയത്തിനെ കുളിയിൽ നിന്ന് വിരമിക്കുന്നത് വരെ സഹവസിപ്പിക്കുക. അതാ നിർബന്ധ നീയത്താണ് പറയണത്. കുളിയുടെ നിർബന്ധമായൊരു നീയത്തുണ്ടല്ലോ, അത് കുളി കഴിയണത് വരെ മനസ്സിലിങ്ങനെ ഉണ്ടാകുക. അത് നല്ലതാണ്, ഒരു സുന്നത്താണ്. ഇസാലത്തു കദരിൻ ക മനിയിൻ വ മദിയിൻ, മാലിന്യമുള്ളത് ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയൽ. ഉദാഹരണം മനിയ്, അതേപോലെ മദിയ്. മനുഷ്യനിൽ നിന്ന് നിർബന്ധമാകുന്ന, കുളി നിർബന്ധമാകുന്ന മനുഷ്യനിൽ നിന്ന് പോകുന്നതാണല്ലോ മനിയ്. അതേപോലെ കുളി നിർബന്ധമില്ല എന്നാൽ ആളുകളിൽ നിന്ന്, നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതാണല്ലോ മദിയ്, അത് നജസാണ്. അപ്പോൾ ഇതൊക്കെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കുക. അത് കുളിയുടെ സുന്നത്താണ്. അതേപോലെ സിവാക്കു, പല്ല് തേക്കുക, ഒൽ മലമതത്തു, വായിൽ വെള്ളം കൊപ്പിളിക്കുക, ഒൽ ഇസ്തിൻഷാക്കു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇതൊക്കെ കുളിയുടെ സുന്നത്താണ്. വുളൂൻ കാമിലുൻ, ഒരു വുളൂ ചെയ്യുക പൂർണ്ണമായിട്ടും. വലിയ ശുദ്ധിയുടെ കുളിക്കുമ്പോൾ ആരംഭത്തിൽ ഒരു വുളൂ ചെയ്യുക പൂർണ്ണമായിട്ടും. വൽ അഫ്ളലു, ഏറ്റവും നല്ലത് കൗനുഹു അവ്വലഹു, അത് കുളിയുടെ ആദ്യമാവലാണ് ഏറ്റവും നല്ലത്. കുളിയുടെ ആരംഭത്തിലാകലാണ് ഏറ്റവും നല്ലത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് അടിക്കുറിപ്പിൽ കാണാം. എൻവി ബിഹി സുന്നത്തൽ ഗുസ്ലി ഇൻ തജറദ ഹദസുഹുൽ അക്ബറു അനിൽ അസ്ഗരി, ഇയാൾക്ക് വലിയ ശുദ്ധി മാത്രമേ ഉള്ളൂ, ചെറിയ ശുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒതു ഉണ്ട് എന്ന്. കുളിക്കാൻ നേരത്തെ ഇയാൾക്ക് ഒതു ഉണ്ട് എന്ന്, നേരത്തെ തന്നെ ഒതു ഉണ്ട് എന്ന്. ഒതു ഉള്ള ആളാണ് കുളിക്കാൻ കയറണേ. ഒതു ഉണ്ട് എന്നാൽ ഏതുണ്ട്? വലിയ ശുദ്ധിയും ഉണ്ട്. അത് അപൂർവമാണ്, അങ്ങനെ ഉണ്ടാവൽ കുറവാണ്. ഒതു ഉണ്ട് എന്നാൽ ഈ ആൾക്ക് എന്തുണ്ട്? വലിയ ശുദ്ധിയുണ്ട്.
ചെറിയ അശുദ്ധി ഇല്ല, വലിയ അശുദ്ധി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഒളു ചെയ്യുമ്പോൾ കുളിയുടെ സുന്നത്തായി ഒളു ചെയ്യുന്നു എന്നാണ് നിയത്ത് വെക്കേണ്ടത്. ഇനി വൈന്നവ റഫ് അൽ ഇല്ലാനവ റഫ് അൽ ഹദസിൽ അസ്ഗരി, അങ്ങനെയല്ല അയാൾക്ക് വലിയ ശുദ്ധിയുണ്ട് അതോടുകൂടെ ചെറിയ ശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒളു ഇല്ലാത്ത ആളാണ്. ആ ആളാണ് ഒളു ചെയ്യുന്നതെങ്കിൽ, ഇവിടെ കുളിയുടെ ആരംഭത്തിൽ ഒളു ചെയ്യുന്നതെങ്കിൽ സാധാരണ പോലെ നിയത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒളുവിൽ നിയത്ത് വെക്കാറുണ്ടല്ലോ, ചെറിയ ശുദ്ധി വേർത്തുന്നു എന്നൊക്കെ നിയത്ത് വെക്കും. ആ നിയത്ത് വെച്ചാൽ മതി. ഈ കുളിയുടെ ആരംഭത്തിൽ ചെയ്യുന്ന ഒളുവിന്. എട്ടാമത്തെ സുന്നത്ത് ഇസ്തിസ്ഹാബുൽ വുളൂ ഇലാ ആഖിരിൽ ഗുസ്ലി. ഇവിടെ ഇവൻ ചെയ്തതായ ഈ വുളൂഇനെ കുളിയുടെ അവസാനം വരെ സഹവസിപ്പിക്കൽ സുന്നത്താണ്. ഈ ഇപ്പം എടുത്ത വുളൂ കുളിയുടെ അവസാനം വരെ ഉണ്ടാകുക, അത് കളയണ്ട, അത് നല്ലതാ, അത് സുന്നത്താണ്. തഅഹുദുൽ മആത്തിഫി, സൂക്ഷിച്ച് കഴുകുക ചുളിഞ്ഞ ഭാഗങ്ങൾ, കല്ലുദിനി ചെവി പോലെ, വല്ലിബത്തി കക്ഷം പോലെ, വസുറത്തി പൊക്കിള് പോലെ, അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെള്ളം ആക്കുക, നോക്കണം. കാരണം ചെവിയുടെ ബാഹ്യഭാഗങ്ങളൊക്കെ കഴുകിപ്പോണമല്ലോ. ചെവിയുടെ മടക്കുകളും ചെവിക്കുണ്ടിൻ്റെ ആ പുറം ഭാഗവും ഒക്കെ കഴുകണമല്ലോ, നമുക്കൊന്ന് സൂക്ഷിക്കുക അവിടെയൊക്കെ. തഖ്ലീലു ശഅരിഹി, അവൻ്റെ മുടിയെ ഇടകോർക്കുക, മഅ തഅഹുദി ഉസൂലിഹി, ആ സമയത്ത് തന്നെ മുടി മുളച്ച് നിൽക്കുന്ന മുരട് ഭാഗങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുകയും ചെയ്യുക. ആ മുരട് ഭാഗം മുതൽ ഇങ്ങോട്ട് മുടിയൊക്കെ കഴുകി പോകണമല്ലോ, നനയണമല്ലോ. അപ്പോൾ ഒന്ന് ഇടകോർക്കുന്നത് നല്ലതാണ്, വിരലുകൾ കൊണ്ടൊന്ന് ഇടകോർക്കുന്നത് നല്ലതാണ്. അവിടെ എഴുതിയത് കാണാം, 4-ാം നമ്പർ, ഷഅറ റഅ്സിഹി അവ്വലൻ. തഖ്ലീലു ഷഅരിഹി എന്ന് പറഞ്ഞാൽ ഷഅരി റഅ്സിഹി അവ്വലൻ, ആദ്യം തലയിലെ മുടി ഇടകോർക്കുക. സുമ്മ ഷഅരി വജ്ഹിഹി, പിന്നെ മുഖത്തെ മുടി, താടി, മീശ അങ്ങനെയൊക്കെ ഉള്ളത്. സുമ്മ ഷഅരി സായിരി ബദനിഹി, പിന്നെ അവൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുണ്ടല്ലോ, അത് എന്ത് ചെയ്യുക, ഇടകോർക്കുക. എന്ന് പറഞ്ഞാൽ മറ്റു ഭാഗങ്ങളിലുള്ള മുടി ഇടകോർക്കുക. ഫയുഖല്ലിലു കുല്ലം മിൻഹ, ആ പറഞ്ഞ എല്ലാ മുടികളെയും ഇടകോർക്കൽ നല്ലതാണ്. യഗ്സിലുഹു യദ്ലിക്കുഹു, അവിടെ കഴുകുക, അവിടെ തേച്ച് കഴുകുക, അതൊക്കെ നല്ലതാണ്. 11-ാമത്തെ സുന്നത്ത് ഇഫാദത്തുൽ മാഇ അലാ റഅ്സിഹി, തലയുടെ മേൽ വെള്ളമൊഴിക്കുക ആദ്യം. സുമ്മ അലാ ഷിക്കിഹിൽ ഐമനി, പിന്നെ വലതുവശത്തേക്ക് വെള്ളമൊഴിക്കുക. സുമ്മ അലാ ഷിക്കിഹിൽ ഐസരി, പിന്നെ ഇടതുവശത്ത് വെള്ളമൊഴിക്കുക. അങ്ങനെ ചെയ്യൽ, ആ ഒരു ക്രമീകരണം സുന്നത്തുണ്ട്. അടുത്തത് 12-ാമത്തെ സുന്നത്ത് ദൽക്കു ബദനിഹി, ശരീരം തേച്ച് കഴുകുക. ഇന്ദ കുല്ലി ഇഫാദത്തിൻ, ഓരോ ഒഴിക്കൽ സമയത്തും ശരീരം തേച്ച് കഴുകുക. വുളുവിൻ്റെയും സുന്നത്താണ് തേച്ച് കഴുകൽ എന്നുള്ളത്. അതേപോലെ ഇവിടെയും പ്രധാനപ്പെട്ട സുന്നത്താണ്. 13-ാമത്തെ സുന്നത്ത് പറഞ്ഞത് തർത്തീബു മാതുക്കിറ, മേൽ പറയപ്പെട്ട കാര്യങ്ങളെ ക്രമീകരിക്കുക. കമാതുക്കിറ, ആ പറയപ്പെട്ടതുപോലെ ക്രമീകരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു ക്രമമുണ്ടല്ലോ ഓരോ കാര്യങ്ങൾക്കും. വുളുവിൻ്റെ നിയ്യത്തോടു കൂടെ, അല്ല കുളിയുടെ സുന്നത്ത് ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടെ ബിസ്മി ചൊല്ലുക, പിന്നെ മ്ലേച്ഛമായതൊക്കെ നീക്കിക്കളയുക, പല്ല് തേക്കുക, അങ്ങനെ പറഞ്ഞ ഒരു ക്രമീകരണമുണ്ട് ഇവിടെ. അത് ആ രീതിയിൽ തന്നെ ക്രമം പാലിച്ച് ചെയ്യൽ. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ അതേ ക്രമത്തിൽ ചെയ്യൽ സുന്നത്താണ്. അൽ മുവാലാത്തു എന്നതാണ് 14-ാമത്തെ സുന്നത്ത്, അഥവാ തുടർച്ച പാലിക്കുക. വുളുവിലും പറഞ്ഞേക്കണ കാര്യമാണല്ലോ. ഒരവയവം കഴുകി ആ അവയവം ഒരു മിതമായ അന്തരീക്ഷമാണ്, അതേപോലെ ഇവൻ്റെ ശരീരപ്രകൃതിയും ഒരു മിതമായ പ്രകൃതിയാണ്. ആ ഒരു രീതിയിൽ ഈ കഴുകിയ അവയവം ഉണങ്ങാൻ എത്ര നേരം വേണം, ആ സമയത്തിൻ്റെ മുമ്പ് അടുത്തത് ചെയ്യുക. ഇതൊക്കെ പരിഗണിച്ചാണ് നമ്മളത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇവിടെയും തുടർച്ച പാലിക്കൽ നല്ലതാണ്, സുന്നത്താണ്.
തർക്കു തക്കല്ലുമിൻ സംസാരം ഒഴിവാക്കൽ സുന്നത്താണ് കുളിക്കുമ്പോൾ. വസ്തിആനത്തിൻ വേറെ വല്ലവരുടെയും സഹായം തേടൽ അതും ഒഴിവാക്കൽ സുന്നത്താണ്. നഫുദിൻ കൊടയലും തൻഷീബിൻ തോർത്തലും ഒഴിവാക്കണം. ഇലാവുദിരിൻ കാരണമില്ലെങ്കിൽ. ഇതൊക്കെ കാരണമില്ലെങ്കിലാണ് ഈ പറഞ്ഞതൊക്കെ. കാരണമില്ല എങ്കിൽ തക്ക എന്തെങ്കിലും ന്യായം ആവശ്യം ഇല്ലാതെ സംസാരം, സഹായം തേടൽ, തോർത്തൽ, കൊടയൽ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അല്ലായങ്കുസമാഹു കുളിയുടെ വെള്ളം ചുരുങ്ങാതിരിക്കുക. അൻ സായിൻ ഒരു സായിനെയും വിട്ട് ചുരുങ്ങാതിരിക്കുക. ഒരു സാ എന്ന് പറയുമ്പോൾ 3 ലിറ്റർ 200 മില്ലി ലിറ്ററാണ്. അതിനേക്കാൾ താഴെ വെള്ളം കൊണ്ട് കുളിക്കാതിരിക്കുക. അതൊരു സുന്നത്താണ്. അപ്പോൾ കുളിക്ക് നമ്മൾ അത്രയെങ്കിലും വെള്ളം ഉപയോഗിക്കുക എന്നതാണ്. വെള്ളത്തിൻ്റെ അമിത ഉപയോഗത്തിൻ്റെ ശീലക്കാരാണ് നമ്മൾ. അല്ലാ യുസീല ഖബലൽ ഗുസ്ലിൽ വാജിബി നിർബന്ധമായ കുളിക്ക് മുമ്പ് നീക്കാതിരിക്കുക. ഷൈഅം മിൻ ബദനിഹി അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്നിനെയും നീക്കാതിരിക്കുക. കശഅരിൻ മുടി പോലെ, വദുബിരിൻ നഖം പോലെ, വദമിൻ രക്തം പോലെ. അപ്പോൾ ഒരു ജനാപത്തുള്ള ഒരാളാണെങ്കിൽ അയാൾ മുടി വെട്ടുക, നഖം വെട്ടുക ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, സുന്നത്താണ്. അതേപോലെ രക്തം എടുക്കൽ. അപ്പം അങ്ങനെ രക്തം എടുക്കേണ്ടൊക്കെ ആവശ്യം വരികയാണെങ്കിൽ പരമാവധി ഈ അശുദ്ധിയുടെ കുളി അങ്ങോട്ട് നടത്താൻ പറ്റുമെങ്കിൽ കുളിക്കുക. എന്നിട്ട് ആയാൽ പിന്നെ അശുദ്ധി മാറിയല്ലോ, അതാണ് വേണ്ടത്. പരമാവധി അത് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം ഇത് സുന്നത്താണ്. തദാറുക്കുമാ ഫാത്തഹു അവന് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കൽ അത് സുന്നത്താണ്. എന്ത് നഷ്ടപ്പെട്ടു പോയി? മിൻ വുളൂഇൻ വുളൂ ഔ മൽമലത്തിനലി വായിൽ വെള്ളം കൊപ്പിളിക്കൽ, അവിസ്തിൻഷാക്കിനലി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഇതൊക്കെ വുളൂവിൽ അല്ല കുളിക്ക് സുന്നത്താന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞു. അത് ഒരാളുടെ കുളിയുടെ ആരംഭത്തിൽ ഇതൊന്നും ചെയ്തില്ല എങ്കിൽ അയാൾ കുളിയുടെ ഇടയിൽ വെച്ച് അത് വീണ്ടെടുക്കണം, ചെയ്യണം. അത് സുന്നത്താണ്. സത്തുറുൽ ഔറത്തി ഔറത്ത് മറക്കൽ സുന്നത്താണ്. ഫിൽ ഖൽവത്തി ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത്. നമ്മുടെ ബാത്റൂം കുളികളൊക്കെ ബാത്റൂമിലാണല്ലോ കുളിക്കുന്നത് കുറേ ആളുകൾ. അപ്പം തികച്ചും ഇവൻ ഒറ്റക്കാണ്, ആരുമില്ല. അവിടെ വച്ച് ഔറത്ത് മറക്കലാണ് സുന്നത്ത്. ഫഇന്നല്ലാഹ തആല കാരണം അല്ലാഹു തആല അഹഖു അൻ യുസ്തഹിയാ മിൻഹു ലജ്ജിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് അള്ളാഹുവിനോടുള്ള ലജ്ജയല്ലേ. നമ്മൾ ആരും കാണുന്നില്ല, നമ്മൾ ഒറ്റക്കാണ്. അവിടെ 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 മറ്റുള്ളവർ കാണുന്നില്ലാത്തത് കൊണ്ട് നമ്മുടെ ഔറത്തൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ നഗ്നനാകുക എന്ന് പറയുന്നത് ഒഴിവാക്കല നല്ലത്, സുന്നത്ത്. കാരണം റബ്ബ് കാണുമല്ലോ. ഏറ്റവും കൂടുതൽ നമ്മൾ ലജ്ജ കാണിക്കേണ്ടത് റബ്ബിനോടല്ലേ, റബ്ബിൻ്റെ മുന്നിലല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗർള് ഒരാവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ഔറത്ത് വെളിവാക്കൽ അനുവദനീയമാണ്. എവിടെ? ഖൽവത്തിൽ, ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത്. നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക്, കുളിമുറിയിൽ ഒറ്റയ്ക്ക്, ആ സമയത്തൊരു ആവശ്യം. ഈ ആവശ്യം എന്നതിൽ കുളി ഒരാവശ്യമാണ്. എന്നാലും പറയുകയാണ് ആ ഖൽവത്തിൽ ഔറത്ത് മറക്കുക എന്നുള്ളതാണ് അതിൻ്റെ സുന്നത്ത്. 20-ാമത്തത് അദിക്റു ദിക്റ് ചൊല്ലലാണ്. വദ്ദുആഉ ദുആ ചെയ്യലുമാണ്. ബഅദഹു കുളി കഴിഞ്ഞിട്ട്. വഹുമാ അത് രണ്ടുമേതാണ്? ഐനുമാ ദുക്കിറ ഫിൽ വുളൂഇ വുളൂഇൽ പറയപ്പെട്ട ദുആ ദിക്റ് തന്നെയാണ്, അത് തന്നെ ഇവിടെയും. അത്തസ്ലീസു 3 വട്ടം ചെയ്യലാണ്. ലി കുല്ലിമ്മിന തസ്മിയത്തി ഇനി പറയാൻ പോണ കാര്യങ്ങൾ ഓരോന്നും 3 വട്ടം ചെയ്യുക. 1 ബിസ്മി ചൊല്ലൽ, വത്തഖ്ലീലി മുടിയൊക്കെ ഇടകോർക്കണമെന്ന് പറഞ്ഞു, വദ്ദൽക്കി തേച്ച് കഴുകാൻ പറഞ്ഞു, വൽ ഉസിലി കഴുകൽ ശരീരം, ദിക്രി ദിക്റ് ചൊല്ലൽ, ദുആ ശേഷം ദിക്റ് ദുആ. ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം 3 വട്ടം ചെയ്യുക. 3 വട്ടം ചെയ്യുക അത് സുന്നത്താണ്. തത്വീബുൽ മർഅത്തി പെണ്ണ്
സുഗന്ധം ഉപയോഗിക്കൽ ഫർജഹ അവളുടെ ഫർജിൽ അവളുടെ ഗുഹ്യഭാഗത്ത് ബിന്നഹവി മിസ്കിൻ കസ്തൂരി പോലോത്തത് കൊണ്ട്, കസ്തൂരി പോലെയുള്ള എന്തെങ്കിലും ഒരു സുഗന്ധം അത് ഉപയോഗിക്കുക. ഇഹ്റദ്ദമി രക്തത്തിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ ഹൈദ് നിഫാസ് രക്തം അവസാനിച്ച് അവൾ കുളിക്കുമല്ലോ, ആ കുളിച്ചിട്ട് അവളിങ്ങനെ ഒരു സുഗന്ധം പുരട്ടുക. ബഅദ ഇഗ്തിസാലിഹ അവൾ കുളിച്ചതിൻ്റെ ശേഷം, അവൾ കുളിച്ചതിൻ്റെ ശേഷം. അപ്പോൾ ഒരു പഞ്ഞിയിൽ സുഗന്ധം ആക്കുക, എന്നിട്ട് അവളത് അവളുടെ ഗുഹ്യഭാഗത്ത് വെക്കുക. അടിയിൽ എഴുതി കൊടുത്തത് കാണാം കുറിപ്പിൽ, ഇല്ലം തക്കുൻ ഫി ഇഹ്ദാദിൻ വലാ ഇഹ്റാമിൻ വലാ സൗമിൻ. ഒരു പെണ്ണിന് ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ട് ഇരിക്കുന്ന ഘട്ടമാണ്, അവിടെയാണ് ഇവൾ ഹൈദിൻ്റെ കുളി കുളിച്ചതെങ്കിൽ ഈ പരിപാടി വേണ്ട, സുഗന്ധം വേണ്ട. അതേപോലെ ഇവൾ ഇഹ്റാമിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അവിടെയും കുളിക്കുമ്പോൾ ഏത് വേണ്ട, ഈ സുഗന്ധം വേണ്ട. അതേപോലെ നോമ്പുകാരിയാണ്, നോമ്പ് അവൾ ആരംഭിച്ചിരിക്കുന്നു, രാത്രിയിൽ രക്തം മുറിഞ്ഞു, നോമ്പുള്ള പകലിലാണ് ഇവൾ കുളിക്കുന്നത് എങ്കിൽ അവിടെയും ഈ പറഞ്ഞ സുഗന്ധം ഉപയോഗിക്കണ്ട. തഖബ്ബലല്ലാഹ്.